അമ്മയും കൊണ്ട് ഞാൻ അമ്മയുടെ തന്നെ ഈ കഴുത്ത് ഈ ഭാഗത്തൊക്കെ ഒരുപാട് ഇങ്ങനെ അരിമ്പാറ് പോലെ ഇങ്ങനെ പടർന്നു വരുന്നുണ്ട്, ദേഹത്തൊക്കെ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹോമിയോ ഒന്ന് കാണിക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് ഗംഗാസ് ഹോമിയോ ക്ലിനിക്, അവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് ഡോക്ടർ ഒന്ന് പറയും, അതൊക്കെ അതെടുത്ത് കളയുന്നതൊക്കെ ഒരു വീഡിയോ, ഒരു ഇൻഫർമേഷൻ അറിയാത്തവർക്കൊക്കെ കിട്ടുമല്ലോ, അത് വിചാരിച്ചാണ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നതെന്നും അതെങ്ങനെ നമുക്ക് കളയാം, പെർമനൻ്റായിട്ട് കളയാം എന്നതിനെക്കുറിച്ചൊക്കെ ഡോക്ടർ നമ്മളോട് സംസാരിക്കും. അപ്പം പലപ്പോഴാണ് ഈ ക്ലിനിക്ക് സ്കിൻ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും, അതുപോലെ മുടി കൊഴിച്ചിൽ, ഇങ്ങനെയൊക്കെയുള്ള വേറെ പ്രശ്നങ്ങൾ കൊണ്ടൊന്നും മുടി കൊഴിയുന്ന അല്ലെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം എനിക്ക് മുടി കൊഴിച്ചിലുണ്ട്, പക്ഷേ എനിക്ക് ഒരു നോഡ്യൂളിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് എനിക്കത് അത്ര എഫക്റ്റീവ് ആയിരിക്കത്തില്ല. അപ്പം ഞാൻ ഡോക്ടറെ കാണാനായിട്ട് കയറുവാണ്, അമ്മയും കൊണ്ട് ഒന്ന് കയറട്ടെ. അപ്പോൾ ഡോക്ടർ അതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കും. ഡോക്ടർ ഗംഗ ഹോമിയോ ഡോക്ടറാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് നമ്മളോട് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നതെന്നും സ്കിന്നിൻ്റെ എന്ത് പ്രശ്നം കൊണ്ടാണെന്നും ഒക്കെ ഡോക്ടർ നമ്മളോട് ഒന്ന് സംസാരിക്കും. ഓക്കെ, ഇപ്പോ അമ്മയുടെ നെക്കിലൊക്കെ കാണുന്നത് സ്കിൻ ടാഗ് ആണ്. പല റീസൺസ് കൊണ്ട് വരാം. ഹോർമോണൽ വേരിയേഷൻ കാരണം വരാം. ചിലർക്ക് ഈ പ്രഗ്നൻസി ടൈമിൽ PCOS കണ്ടീഷനൊക്കെ ഉള്ളവർക്ക് ഇത് കാണാറുണ്ട്. പിന്നെ ഏജ് റിലേറ്റഡ് ആയിട്ട് വരാം. ഇപ്പോൾ ഒരു 40+ ഒക്കെ കഴിയുമ്പോൾ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടിട്ട് അങ്ങനെയും ഇതുപോലെ ടാഗ്സ് കാണാറുണ്ട്. വേറൊരു കോസ് പറയാനുള്ളത് ഇൻസുലിൻ റെസിസ്റ്റന്റ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് വരാം. ഈ ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്കും ഇതേപോലെ സ്കിൻ ടാഗ് വരാറുണ്ട്. സോ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഇലക്ട്രോ കോട്ടറി വഴി ഇത് കരിച്ച് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് കളയാം. ഓൾമോസ്റ്റ് പെയിൻലെസ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. ബാർലി 5 മിനിറ്റ്സ് എടുക്കുകയുള്ളൂ. നമ്മളത് അങ്ങനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു മാർക്ക് പോലും ഇല്ലാണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കളയാൻ പറ്റും. ബട്ട് ഓൾറെഡി ഇത് സ്കിന്നിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് ഫ്യൂച്ചറിൽ വേറെ ഏരിയയിലൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ കോട്ടറി ചെയ്ത് അത് റിമൂവ് ചെയ്യാമെന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ പാലുണ്ണി പോലത്തെ അല്ലേ? പാലുണ്ണിയല്ലേ? പാലുണ്ണിയാണ്. ഇത് മറ്റേ വാട്സ് പോലെ ഒരിക്കലും ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് സ്പ്രെഡ് ആവില്ല. ഇത് നമുക്ക് എടുത്ത് കളയാൻ പറ്റും അല്ലേ? റിമൂവ് ചെയ്യാൻ പറ്റും. ചെറിയൊരു ടിങ്ക്ലിംഗ് സെൻസേഷൻ പോലെ ഉണ്ടാവും. ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഓക്കെ അല്ലേ? ഇതൊരു 4 to 6 ഡേയ്സിനുള്ളിൽ ഇതങ്ങ് കരിഞ്ഞ് പൊഴിഞ്ഞു പോയിക്കോളും, ഡാർക്കായിട്ട് നിൽക്കുന്നത്. ഇത് അരിമ്പാറയല്ലേ ഇങ്ങനെ കളയാൻ പറ്റുന്നല്ലേ? അതോ ഇതെന്താ ഇതിന് പറയുന്നേ? ഈ പ്രൊസീജിയർ അല്ല, ഇത് ഈ സാധനത്തിന് പറയുന്നത് സ്കിൻ ടാഗ് ആണ്, പാലുണ്ണിയാണ്. അരിമ്പാറയും നമുക്ക് ഇതുപോലെ ഇതേ പ്രൊസീജിയറിലൂടെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇത് ഒരാഴ്ച കഴിയുമ്പോ തന്നെ ഇളകി പോകും അല്ലേ? പോയിക്കോളും. വളരെ ചെറിയ ഒരു ചെറുതായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ പെയിൻ മാത്രമേ ഇതിനുള്ളൂ. പക്ഷെ ഇത് ഇങ്ങനെ ഒരു പ്രാവശ്യം കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്ത് വരുമോ? സ്പോട്ടിൽ വരില്ല, അത് പോയി. ഇങ്ങനെ ഒരു പ്രാവശ്യം കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് പിന്നീട് ആ ഭാഗത്ത് അത് വരത്തില്ല. ഇത് പടരാനൊക്കെ സാധ്യതയുള്ള ഒരു ഇതാണ്. വേറൊരാളിലേക്ക് ഒരിക്കലും ഇത് പടരില്ല. സ്വന്തം ദേഹത്തല്ലേ? ഓൾറെഡി നമ്മുടെ ബോഡിയിൽ ഇത് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഫ്യൂച്ചറിൽ ഇപ്പോൾ വേറെ സ്പോട്ടിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ബോഡി വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബോഡിയിൽ തന്നെ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ വ്യാപിക്കും. വേറൊരാളിലേക്ക് ഇത് വ്യാപിക്കത്തില്ല. വേദന എടുക്കുന്നല്ലേ? ഇച്ചിരി വലുതാകുമ്പം അത് കുറച്ച് നമുക്ക് ഇച്ചിരി ഒരു വേദന എടുക്കും.
ഇത് ഷുഗർ ഉള്ളവരാണെങ്കിൽ ഇത് ചെയ്താൽ ഉടൻ പഴുക്കുവോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. അത്ര ഡെപ്തിൽ നമ്മൾ പോകുന്നില്ലല്ലോ. ആ സൂപ്പർഫിഷ്യലി നിൽക്കുന്ന എടുക്കുന്നതാണ്, പഴുക്കാനുള്ള ചാൻസസ് ഇല്ല. ഇത് തുടക്കം തന്നെയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് അതെ, ഇതിപ്പോ ഒരുപാട് ഇതിപ്പോ ഒത്തിരി നാളായതാണ്. പഴകും തോറും അതിന് വലിപ്പം വെക്കും. അപ്പൊ അതിനൊരു കളയാനൊരു ഇച്ചിരി ബുദ്ധിമുട്ട് വരും. പക്ഷെ ഇതിപ്പോ ഇച്ചിരി പ്രയാസമുണ്ട്. ഇത് പിന്നെ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇത് കൈ കൊണ്ട് ഇളക്കി കളയോ ഒന്നും ചെയ്യരുത് അല്ലേ? അത് തനിയെ പുഴിഞ്ഞു പോയിക്കോളും. കൈവച്ച് അത് പിക്ക് ചെയ്യരുത്, ഇളക്കി കളയരുത്. അപ്പൊ അത് പാടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ കൂടുതൽ കറുത്ത നിറമായിട്ട് കാണുന്നത് അതിങ്ങനെ വെളിയിലേക്ക് ഇങ്ങനെ വന്നിരിക്കുന്നതാണത്. അത് തന്നെത്താനെ അത് പൊഴിഞ്ഞു പൊയ്ക്കോളൂ. നമ്മൾ ഒരു ഇറിറ്റേഷൻ വരുമോ എല്ലാം ചെയ്ത് കൈ കൊണ്ട് ഞെക്കിയെടുക്കുകയോ ഒന്നും ചെയ്യരുത്. വേറൊരാൾക്ക് ഇത് ചെയ്ത് എൻ്റെ ഒരു ഫ്രണ്ടിന് ചെയ്തിട്ട് ഒക്കെ നല്ല വ്യത്യാസമുണ്ട്. മുഖത്തൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വ്യത്യാസം കണ്ടിട്ടാണ് അമ്മ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം അമ്മയ്ക്കിത് ശരീരത്തിലൊക്കെ പല ഭാഗത്തും ഇത് കണ്ടമാനം പടരുന്നുണ്ട്. അമ്മയ്ക്ക് കുറച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വല്പം വേദനയൊക്കെ തുടങ്ങി. അപ്പം അതുകൊണ്ട് അമ്മ അത് സഹിച്ചിരുന്നു. അത് പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു ക്രീം ഇടാം. എന്ത് ഈ ക്രീമിന്റെ പേരെന്താ? കമ്പനി ക്രീമാണ്, പല ബ്രാൻഡിന്റെ ഉണ്ട്. ഇതിപ്പോ ലിഡ്നോക്കെയിനാണ്. ഈ ക്രീം ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വേദന അറിയത്തില്ല. പക്ഷെ കാരണം അമ്മയുടെ ഇത് വലുതായതുകൊണ്ടാണ് കുറച്ച് അങ്ങോട്ട് ഡെപ്തിലോട്ട് പോകുമ്പോൾ ഒരിച്ചിരി വേദന അറിയുന്നുണ്ട്. അപ്പം അമ്മയുടെ കഴുത്തിൻ്റെ ഈ ഭാഗത്തെ എല്ലാം ചെയ്തല്ലേ. അപ്പം അത് ഇനിയിപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്നത് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ ഇളകിപ്പോവും അല്ലേ? ഇതിൻ്റെ ചുവപ്പ് നിറം മാറാൻ നമ്മൾ ക്രീം ഉണ്ട് ഇല്ലേ? ഇതൊന്ന് പെട്ടെന്ന് ഹീലായി പോവാനായിട്ട് ഓയിൽമെന്റ് പറയും. അമ്മയുടെ അരിമ്പാറ എടുക്കൽ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ചുമന്ന നിറമൊക്കെ ഒന്ന് മാറാനും പിന്നെ ഇത് നമ്മൾ ഇളക്കി കളയുകയോ ഒന്നും ചെയ്യരുത്, തന്നെ പൊക്കോളും. ഇനി നമുക്കതിൻ്റെ ഓയിൽമെൻ്റ് ഉണ്ട്. കുറച്ച് ദിവസം ഓയിൽമെൻ്റ് ഇടുമ്പോൾ ഈ ചുമന്ന കളർ അങ്ങ് പോകും. അമ്മ നല്ല വെളുത്തായതുകൊണ്ട് അമ്മ ചുമന്ന കളർ എടുത്ത് കാണുന്നുണ്ട്. ഓക്കെ. അമ്മയ്ക്ക് നന്നായി വേദനിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറയുന്നു. കാരണം വളരെ അമ്മയുടെ സ്കിന്നൊക്കെ ഇപ്പം പ്രായമായതിൻ്റെതായിട്ടുള്ള ഇങ്ങനെ വളരെ സെൻസിറ്റീവായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പം കുറച്ച് വേദന എടുക്കും. പക്ഷെ എന്നാലും സഹിക്കാവുന്ന വേദനയാണ്. ഒരു ക്രീമൊക്കെ ഇട്ട് ഒന്ന് മരവിപ്പിച്ചൊക്കെ ആയിട്ടത്. ഇനി ഓയിൽമെൻറ്റും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ പോവാണ്.